ഇവരൊന്നും ഇല്ലാതെ ഒരു ഫൈനലിലേക്ക് ഒരു ബോറിംഗ് അല്ലേ? ബോറിംഗ് മാത്രമല്ല, സങ്കടമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എല്ലാവരും പക്ഷെ അവരത് വളരെ സ്പോർട്ടീവായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇനി അധികം ഒന്നും ഇല്ലല്ലോ, 2-3 എപ്പിസോഡിലെ ഫൈനൽസ് വരുന്നുള്ളൂ. അതുവരെ അവരുണ്ടായിരുന്നു. അനില പറഞ്ഞ എല്ലാത്തിനും ഒരു ഫൈനൽ ആവശ്യമാണല്ലോ. അതെ, എല്ലാത്തിനും ഒരു അവസരം. ഇനിയിപ്പോ ഫൈനലിസ്റ്റുകളായി കഴിഞ്ഞു 6 പേര്. അതിൽ തന്നെ 3 പേരല്ലേ ഒന്നാം സമ്മാനം 2-3 വാങ്ങുള്ളൂ. പിന്നെ ഏറ്റവും എടുത്ത് പറഞ്ഞ ഇവിടെ വന്നത് കൊണ്ട് ഇനിയിപ്പോ സരികയും സംഗീതം എല്ലാം പറഞ്ഞു. ഞാൻ കേക്കോ പുഡിങ്ങോ ഒന്നും ലൈഫിൽ ഉണ്ടാക്കാത്ത ആളായിരുന്നു. ഇവിടെ വന്നുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ പിന്നെ ചേച്ചിയുടെ ഇന്ന് കുറേ നമുക്ക് ആവശ്യമുള്ള ഒരുപാട്. അത് മാത്രല്ല ചേച്ചി, നമ്മളെ സീരിയൽസിനെക്കാളും ഒരുപാട് പേര് വ്യൂവേഴ്സ് ഞങ്ങളുടെ എൻ്റെ അടുത്ത് വിളിച്ച് റെസിപ്പീസ് ഒക്കെ ചോദിക്കണം. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിലിം ആക്ട്രസ്സുകൾ ഒന്നും അറിയില്ല. അവർക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. മാറി. അപ്പോൾ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇപ്പോൾ FB-യിലാണെങ്കിലൊക്കെ ഒരുപാട് SMS വന്ന് കിടക്കുക, അതെങ്ങനെ ഉണ്ടാക്കണേ, നിങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കിയേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പല ചോദിച്ചത്. അപ്പോൾ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ സീരിയൽസിനെക്കാൾ ആദ്യം ചോദിക്കുന്നത് ഷോ കാണാറുണ്ട് കേട്ടോ. അതെ. അപ്പോൾ കുറച്ച് ഞങ്ങളെല്ലാവരും കുറച്ചും കൂടെ ഇതിലൂടെയാണ് അറിയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കൈരളിയോടും ചേച്ചിയോടും കൃഷ്ണയോടും ഒക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നായേക്കാളും എനിക്ക് വിഷമം സരികേച്ചി ഔട്ടായാലാണ് പ്രത്യേകിച്ച്. കാരണം ഞാനൊന്ന് ഡൗൺ ആയാൽ എന്നെ ബാക്കപ്പ് ചെയ്യാനുള്ള ഒരാളാണ് സരിക ചേച്ചി. സരികയ്ക്ക് കുഴപ്പമില്ല, ഡിമ്പിള് കറിയതിൽ സന്തോഷം. അല്ല എന്നാലും എപ്പോഴും ബാക്കപ്പ് ചെയ്തു തരുന്ന ആളല്ലേ അല്ലേ? അതെ. പിന്നെ ഇവിടെ വന്നിട്ട് എന്തായാലും മമ്മിക്ക് എന്താ ഒരു ക്ലാസ്സിലേക്ക് വന്ന പോലെയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് മേഖലകൾ കുക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ഇവിടെ വന്നതിന് ശേഷം. ശരിക്കും ഒരു സ്റ്റഡി ക്ലാസ് തന്നെയാണ്, ഒരു കോഴ്സായിരുന്നു ശരിക്കും. ആദ്യം എന്തെങ്കിലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ അറിയായിരുന്നു. പക്ഷേ കിച്ചൺ മാജിക്കിൽ വന്നതിന് ശേഷം ഓരോ കുക്കിംഗ് പ്രോഗ്രാം കാണുമ്പോഴും ഒരു ബുക്ക് വായിക്കുമ്പോഴും ഇതിൽ വരുമോ ഇല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഈ ചിന്ത. അപ്പം പിന്നെ ഭയങ്കര ഇഷ്ടമായി, കുക്കിംഗ് ആസ്വദിച്ചു തുടങ്ങി. അതുപോലെ ഇന്നിപ്പോൾ ഇവർ 3 പേരും പോണു എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഇവിടെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് സോണും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ ഞങ്ങളുടെ റൂമിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് പോയാലും 1 മണി 2 മണി 12:30 വരെ വർത്താനവും ഓരോ ആൾക്കാർ ചെയ്ത പറയുന്നത് ഇതിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പൊ അതൊക്കെ ശരിക്കും മിസ് ചെയ്യും. കാരണം ഇത്രയും ഷൂട്ടിങ് ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്നത്. പക്ഷേ ശരിക്കും അതിൽ വന്നത് തന്നെ ആ ഒരു മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിച്ചൺ മാജിക്. ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞ്. പിന്നെ ഇവർ 3 പേരും മിസ് ചെയ്യും. അധികം ദിവസമൊന്നും മിസ് ചെയ്യില്ല, ഒരു ദിവസത്തെ ഷൂട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഫൈനലിൽ ഒരു ഉണ്ടാവണം എന്നൊരു ആഗ്രഹം. അവര് വരും ഫൈനൽ കാണാൻ, തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? ഇല്ലാതെ എന്താ ആഘോഷം. പിന്നെ നമ്മൾ സാധാരണ സീരിയലൊക്കെ ചെയ്യുന്നതിനേക്കാളും ആൾക്കാർ കൂടുതൽ അംഗീകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ചേട്ടന്മാരൊക്കെ സീരിയൽ കാണുമ്പോൾ ഒരു ഭയങ്കര ദേഷ്യമുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാംസ് സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരാണ് കാണുന്നത്. അത് ഭയങ്കര ഒരു സന്തോഷം. എനിവേ കൊള്ളാം, സന്തോഷം തന്നെയാണ്. എന്തായാലും ഇവർ പറഞ്ഞതുപോലെ നിങ്ങളെ 3 പേരെയും നമ്മൾ മിസ് ചെയ്യും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളുമായിട്ട് ഇനിയും എപ്പോഴും കാണാവുന്ന ആൾക്കാർ തന്നെയല്ലേ. അങ്ങനെ ഒരു മിസ്സിങ് കാര്യം ലാസ്റ്റ് മിനിറ്റിൽ മാറുന്ന ഒരു ചെറിയ ഒരു ഇടവേള മാത്രമാണ്. നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി. നിങ്ങൾ അവരിൽ നിന്ന് ഒട്ടും പിന്നിലല്ല, നിങ്ങളെല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ ചില റൗണ്ട്സിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നു. പിന്നെ എല്ലാവർക്കും കയറി ഫൈനൽ വരെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു തീരുമാനം. ദാറ്റ്സ് ഓൾ. അതെ, ഓൾ ദ ബെസ്റ്റ്. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. അടുത്ത റൗണ്ടിലേക്ക് ഓക്കെ, ഫൈനലിസ്റ്റ്. ഓക്കെ, ബൈ. അപ്പോൾ സെമി ഫൈനൽസിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇനിയും കാഴ്ചകൾ ബാക്കിയുണ്ട്. ഫൈനൽസ് ആയിട്ടില്ല. കുറച്ച് മത്സരാർത്ഥികൾ ഫൈനൽസിലേക്ക് ഫൈനലിസ്റ്റുകളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി കാഴ്ചകൾക്കായി കാത്തിരിക്കുക. അതുവരെ ഗുഡ് നൈറ്റ്.